ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നൈറ്റ് വ്ളോഗ് ആണ് കേട്ടോ. നമ്മളിന്നല്ലേ ഒരു നൈറ്റ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ സാധനങ്ങളൊക്കെ പോയി വാങ്ങി വന്നുള്ളൂ. വാങ്ങി വന്ന പാടെ ഞാൻ വേഗം കുക്കറിൽ അരിയിട്ടിട്ടുണ്ട്. എന്നിട്ടാണ് വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. നമുക്കൊന്ന് ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം. അന്ന് സാധനം വാങ്ങിയത് 10-15 ദിവസമായി. ഒക്കെ ഒരു വിധമൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പച്ചക്കറി കാര്യങ്ങളൊക്കെ. ഇപ്പം നമുക്ക് ചിലവ് തക്കാളി, കിഴങ്ങും സവാളയൊക്കെയാണ്. അപ്പോൾ കുറച്ചധികം സാധനങ്ങൾ മേടിച്ചത് ഇപ്പോൾ നമ്മൾ ഒതുക്കി വെക്കാൻ നിൽക്കണ്ട അല്ലേ? പിന്നെ ഒതുക്കി വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ നേരം ഉണ്ടാവില്ലല്ലോ. ഇല്ല, നമുക്കത് മെല്ലെ ഒതുക്കി വെക്കാം. ചിക്കൻ ഉണ്ട് കേട്ടോ കൊടുത്തിട്ട്. അയ്യോ, ചിക്കൻ എന്തെന്നാവോ? അതൊക്കെ ഒന്ന് കഴുകി കൊടുക്കുക. ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയൊക്കെ നമുക്ക് എല്ലാതും കഴിഞ്ഞിട്ട് ഒതുക്കി വെക്കാം കേട്ടോ. ഇതങ്ങനെ ഇരിക്കട്ടെ, ഇവിടെ ഇരിക്കട്ടെ. ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ കാണാറില്ല. പക്ഷെ എന്താ വെച്ചാൽ അറിയോ, ഇതിൽ വെള്ളം നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ലോ ആവും. അപ്പോൾ നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ കുറേ സമയം പിടിക്കും. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ ആക്കി വെച്ചതാണ്. സവാളയും കിഴങ്ങും തക്കാളിയൊക്കെ ഇപ്പം നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഇത് നമുക്ക് പാത്രങ്ങളിലേക്ക് പാക്കി വെക്കാം കേട്ടോ. അപ്പം ഒക്കെ പോയി. ഇത് അവിടെ പോയി കണ്ട, ഇവിടെ ലൈറ്റ് ഇട്ടാ കാണുന്നുണ്ടോ? പിന്നെ കുഴപ്പമില്ലല്ലോ. മോള് ലൈറ്റിന്റെ അവിടുന്ന് കുറച്ചും ഇങ്ങോട്ട് നിൽക്കണ്ടേ? എന്നാ ലൈറ്റ് ഓഫ് ചെയ്തോളൂ. ഇപ്പൊ ഉണ്ടോ? അപ്പോൾ തക്കാളി, സവാള ആ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഇതിൽ വെക്കാം. കിഴങ്ങൊക്കെ ബാക്കി പിന്നെ നമുക്ക് ഒതുക്കി വെക്കാം അല്ലേ? ഇന്ന് ഒരു തട്ടിക്കൂട്ടായിരുന്നു കേട്ടോ. നമ്മൾ മോരുകറി വെച്ചിട്ട് ഒരു സിമ്പിളായിട്ടൊരു മോരുകാച്ചിയൊക്കെ ആക്കിയിട്ട് ഉച്ചയ്ക്ക് ആയതുകൊണ്ട് ഞാനിന്ന് ഫുഡ് കഴിക്കൽ ക്വാണ്ടിറ്റിയും കുറവായിരുന്നു. രാവിലെ ചായയും കുടിച്ചില്ല. ഫുഡ് കഴിക്കലായിട്ട് കറക്റ്റ് അല്ല, അതുകൊണ്ടൊരു സുഖം കിട്ടണില്ല. അറിയാം ഫുഡ് കഴിക്കാത്തതുകൊണ്ടാന്നൊക്കെ. പക്ഷെ 2 കിഴങ്ങ് എടുക്കാം അല്ലേ? പിന്നെ ചിക്കനിലേക്ക് പോരെ. ജലദോഷം എടുത്തോ, ജലദോഷവും എല്ലാം വരുന്നുണ്ട് ഇങ്ങനെ ഒന്നേ വെച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഒതുക്കി. ഇനി നമുക്ക് ആവശ്യമുള്ള ഒരു 2 സവാളയും ഇത്തിരി ചെറുള്ളിയും ഒക്കെ ഒരു പാത്രത്തിൽ എടുക്കട്ടെ. ഒരു മിനിറ്റ് മതി. സവാള എന്നിട്ട് എക്സ്പ്രാഷൻ കിട്ടിയ ചെറുള്ളി ഞാൻ നോക്കി വലുതെടുത്തിട്ടുണ്ട്. അതൊന്നും പിന്നെ പൂജയ്ക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. മറ്റേ ആൾക്കാർ ചെറുതുണ്ടാക്കാൻ വേണ്ടിയിട്ട് മടിയല്ലേ. പച്ചമുളക് ഒരെണ്ണം മതി, ഒരെണ്ണം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിക്ക് മീറ്റിലേക്ക് കുറച്ചധികം വേണം. പക്ഷെ ഇപ്പം ഞാൻ അധികം എടുക്കാറില്ല, വില ജാസ്തി. ഇതൊക്കെ വേഗം തോല് കളയണം. അതിൻ്റെ മുന്നേ നമുക്കൊരു പരിപാടിയുണ്ട്. ചിക്കൻ അങ്ങോട്ട് സുർക്കയിലിട്ടേക്കാം. ഞാൻ ഈ നടത്തം തന്നെ ഇറക്കുന്ന മുഴുവൻ പ്ലാസ്റ്റിക് കവറൊക്കെ നമുക്ക് പിന്നെ ഒതുക്കി വെക്കാം അല്ലേ? പിന്നെ ചിക്കൻ എടുത്തിട്ട് വന്നേരാ. ചിക്കൻ ഇതിലിട്ടിട്ട് നമ്മുടെ പ്ലാസ്റ്റിക് പാത്രം ഇല്ലേ, അത് 2 കൂടെ നമ്മൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി കൊണ്ടുപോയി. അപ്പം അത് കാരണം ഇനിയിപ്പോൾ അത് കിട്ടട്ടെ. തൽക്കാലം ഇനിയിപ്പോൾ ഇതിലിട കിടക്കട്ടെ. കുറച്ച് സുർക്കി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അങ്ങനെ ഇരിക്കട്ടെ. അത് അരിയുമ്പോഴേക്കും അതങ്ങനെ വൃത്തിയാക്കി കൊടുക്കുന്നു. കുറേശ്ശെ വെള്ളം വരുള്ളൂ. മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്തു കേട്ടോ. അതിനെ മുട്ടാവട്ടെ. സുർക്കിയും കൂടെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങനെ ഉണ്ടായിക്കോളൂ. ഇന്നിപ്പോൾ ചോറും കറിയൊക്കെ ആവാത്ത അന്നേക്ക് വലിയ തീർന്നില്ല. മൊത്തത്തിൽ സാധനങ്ങൾ തീർന്നോണ്ടാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ തട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇപ്പം മീൻ വാങ്ങണേക്കാട്ടിലും നല്ലത് ചിക്കൻ ആയതുകൊണ്ട് 100 രൂപയ്ക്ക് മീൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ദിവസമല്ലേ ഞാൻ. പിന്നെ കറി ഉണ്ടാവുള്ളൂ. ചിക്കൻ ആകുമ്പോൾ 2-3 ദിവസത്തിന് അങ്ങോട്ട് പല രൂപത്തിൽ വെച്ചാലും അങ്ങോട്ട് കഴിഞ്ഞോളൂ. വേഗം ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. എന്താ പറയുക, ഈ ലിമാക്സിൽ നമ്മൾ എപ്പോഴും വൈകിട്ടാണ് പോകാറ് കേട്ടോ. നല്ല ഓഫർ ഉണ്ടാവും കേട്ടോ അവിടെ എല്ലാ കാര്യങ്ങളും. ഇപ്പോഴും ഓഫറൊക്കെ ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെല്ലുന്ന സമയമ്പോഴേക്കൊക്കെ തരാമാവും കേട്ടോ. ഞാൻ പോണ സമയം അങ്ങനെ ആയിരിക്കും, വൈകിട്ടായിരിക്കും. ഇനി രാവിലെ ചെല്ലാൻ പറ്റുന്നുണ്ടാവില്ല, പിന്നെ നേരത്തെ പോകണം. അപ്പോൾ പിന്നെ നമുക്ക് ഫ്രഷ് സാധനങ്ങൾ കിട്ടും. പച്ചക്കറിയൊക്കെ ആകുമ്പോഴേ മറ്റേത് കടയിലേക്കുള്ളവരൊക്കെ വന്നിട്ട് വാങ്ങിയിട്ട് പോകുമ്പോൾ ഇത്തിരി കൂടെ തിരവാകും. നമുക്ക് അവിടെ പോയി നിന്നു. അപ്പോൾ ഇനി നമുക്ക് പോകുമ്പോൾ അങ്ങനെ പോവാം. എനിക്ക് നല്ല സാധനങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെ എവിടെ പോയാലും ഞാൻ തിരഞ്ഞിട്ടെടുക്കുക. തക്കാളി ആയിക്കോട്ടെ, എന്തായാലും. രാജേഷിനൊക്കെ പോവുകയാണെങ്കിൽ സാധനം പറയാം, അവർ തിരഞ്ഞെടുത്തിട്ട് പോരും. ഇവിടെ വരുമ്പോൾ നിൽക്കുന്ന പൊട്ടയാവും കേട്ടോ. കടക്കാർക്ക് അങ്ങനെയൊക്കെ ഒരു പണിയുണ്ടല്ലോ. ഇതാകുമ്പോൾ നമുക്ക് നോക്കി അതിനിപ്പോൾ കടയിലാണെങ്കിൽ എത്ര തിരക്കാണെങ്കിലും ഞാൻ നോക്കിയിട്ട് എടുക്കാറുള്ളൂ കേട്ടോ. ആകെ ചിലപ്പോൾ നമ്മൾ 1/2 കിലോനും 1/4 കിലോനൊക്കെ വാങ്ങുന്ന ടീംസാണ്. അരയുടെ കൂടെ 1/4 കേടും കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേഷ്യം. അപ്പോൾ
നമ്മൾ ചിക്കൻ കിഴങ്ങിട്ടിട്ട് എപ്പോഴും വെക്കണ പോലെ തന്നെ അതുപോലെ റെസിപ്പീസ്. ഓഹോ, ഉള്ളിക്ക് നല്ല നീറ്റം. ഇനി ഞാൻ വേഗം ഉണ്ടാക്കാം കേട്ടോ, റെസിപ്പി ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഉള്ളിക്ക് നല്ല നീറ്റം കൂടുതലാണ് കേട്ടോ. ചിലപ്പോൾ കാണാൻ നല്ലോണം നീറും, ചിലപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. ഇന്ന് നല്ല നീറലുണ്ട് കേട്ടോ. അത് വാതിലൊക്കെ അടച്ചിരിക്കണോണ്ടാ തോന്നുന്നു, നൈറ്റല്ലേ. അപ്പോൾ പിന്നെ എനിക്ക് ബാക്കിൽ ഡോറ് തുറക്കാൻ വേണ്ടിയിട്ട് പേടി, ഞാൻ തുറക്കില്ല കേട്ടോ. പകൽ തന്നെ ഞാൻ തുറക്കാറില്ല, പിന്നെ രാത്രിയുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അടച്ചിട്ടിട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ പൊട്ടറ്റോയും എല്ലാം കൂടെ റെഡിയാക്കി തോലൊക്കെ കളഞ്ഞ് അവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ട് കഴുകിയിട്ട് നമുക്കത് അരിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ കത്തിയുടെ കാര്യം പറഞ്ഞിട്ടില്ല, ഇതുകൊണ്ട് അരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതി തീരേ ഇല്ല കേട്ടോ. അതെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ദിവസം മൊത്തം അരിയുക എന്നുള്ളതല്ല. പക്ഷെ അരിയുമ്പോൾ നല്ല നേക്ക്, അങ്ങനെ മൂർച്ചയുള്ളതുകൊണ്ട് മൂർച്ചയുള്ള കത്തി കൊണ്ട് നമുക്ക് അരിയാൻ വേണ്ടിയിട്ട് നല്ല സുഖമല്ലേ, അതുപോലെയാണ് കേട്ടോ. സവാളയൊക്കെ കുനുകുനാതൻ അറിയാൻ, നൈസിൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ബിരിയാണിയൊക്കെ വെക്കുന്ന ഏട്ടന്മാരുടെ കയ്യിലൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ നൈസായിട്ടുള്ള കത്തി, അതുപോലത്തുള്ള കത്തിയാണ്. അതുകൊണ്ട് ഉള്ളിയും തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് പെറുക്കി ചതച്ച് വെച്ചു. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ഉരുളൻകിഴങ്ങ് ഇതിനകത്ത് നമ്മൾ ചിക്കനിൽ കൂടുതൽ ഇടും കേട്ടോ, അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുള്ളിയും പെരുജീരകവും ഇങ്ങനെ ചതച്ച് വെക്കും. എനിക്ക് ആ മുട്ടി എടുക്കാൻ വേണ്ടിയിട്ട് വലിയ പാടാട്ടോ. അത് അവിടെ നിന്ന് പൊക്കിയെടുത്ത് ചതച്ച് തിരിച്ച് കഴുകി അങ്ങോട്ട് വെക്കണേക്കാട്ടിലും ഭേദം ഇങ്ങനെ ഒരു പഴയ ഇതിൽ ഇങ്ങനെ ചതക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാം. പപ്പടം മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അയ്യോ ഈ വെള്ളം കൂടെ തുറന്നിട്ടുള്ളത്. 4 പപ്പടം കാച്ചിട്ട് ഇതിലങ്ങോട്ട് കാച്ചല്ലേ. എവിടെ പപ്പടം? 4 പപ്പടം കാച്ചിട്ട് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കണം. പപ്പടം ചിക്കൻ കറി അല്ലാത്ത കോമ്പിനേഷൻ. ഇവിടെ ആണെങ്കിൽ ഞങ്ങൾ എല്ലാവരും പപ്പടപ്രാന്തന്മാരും പ്രാന്തത്തികളും. ആദ്യം കണ്ണുകൂട്ടിയായിരുന്നു അല്ലേ, കഴിക്കുന്നുണ്ട്. ഒരു ചോറിന 3 പപ്പട. എന്താ കഥ? വേഗം വേഗം കാച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല വിശക്കുണ്ട് കേട്ടോ. ഞാൻ മിക്കതും മേല് കിടക്കണതിന് മുന്നേ മാവുണ്ടോ കിടക്കണ നേരത്തായിരിക്കും മേല് കഴുകുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാവ് അരയ്ക്കാൻ വേണ്ടിയിട്ടും ഈ പച്ചക്കറി കൊതുക്കി വയ്ക്കാനൊക്കെ അല്ലേ, അപ്പോൾ അതല്ലേ നല്ലത്. അതാണ് നല്ലത്, കിടക്കുമ്പോൾ മേലെ അല്ലെ പിന്നെയും വേർക്കും. ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും മാവൊക്കെ അരച്ചതിന് ശേഷം കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പറ്റുള്ളൂ. ആദ്യം മാവുള്ള അതായിരിക്കും നല്ലത്. ഇതിൽ പപ്പടം കാച്ചാൻ കുറച്ച് പാടാണ്. ഇവിടെ ചിക്കൻ കറിക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ നമുക്ക് പപ്പടം കാച്ചിയതാണ് കേട്ടോ. നല്ല ഇഷ്ടമാണ് ചിക്കൻ കറിക്ക്, നല്ല പപ്പടം ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കണ്ണൻകുട്ടിയാണ് ഇവിടെ പപ്പടത്തിന് അടുത്ത്. ഇപ്പം ഞാനും പൂജിട്ടും ആയിട്ടുണ്ട് കേട്ടോ. പപ്പടം കാച്ചേണ്ടതിൽ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ അത് തന്നെയാണ് കേട്ടോ നമ്മുടെ സവാള ഇഞ്ചിയും വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ടിരുന്നത്. അപ്പോൾ ആദ്യം സവാള ഇട്ട് കൊടുത്തു, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുള്ളിയും ജീരകവും കൂടെ അല്ലേ അത് ചതച്ചതും കൂടെ ഇട്ട് കൊടുത്ത് 2 പച്ചമുളകും വേപ്പില ഇട്ട് കൊടുത്ത് നല്ലോണം വഴഞ്ഞാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അവിടെ ഇട്ടു. ഇനി അതൊന്ന് ആവണ സമയം കൊണ്ട് നമുക്ക് എന്താക്കുക വെച്ചാൽ കുറച്ച് ചിക്കൻ മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് എടുക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതായാലും രാത്രിയാണ് നമ്മൾ വെക്കുന്നത്. ഇപ്പോൾ അങ്ങനെ എല്ലാവരും കഴിക്കില്ല, പിറ്റേ ദിവസത്തേക്കും കൂടെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്, ഇപ്പോൾ നാളെ ഇതന്നെ മെനക്കിട്ട് ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ചൂടാറിയിട്ട് ഫ്രിഡ്ജിലുണ്ട് വെച്ച് നാളെ ഒന്നും കൂടെ വരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. തലേ ദിവസത്തെ ചിക്കൻ പിറ്റേ ദിവസം കൊണ്ട് വരട്ടി എടുത്ത് കഴിഞ്ഞാണ്ടല്ലോ മക്കളെ എന്ത് ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ അതാ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി വെന്തുടഞ്ഞപ്പോൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലിപ്പൊടി കുരുമുളക് പൊടി ഇട്ടെടുത്തു കേട്ടോ. ഈ ചിക്കൻ കറി കുറച്ച് എരിവ് കൂടുതലാണോ എന്നെനിക്കൊരു സംശയം ഇല്ലാതില്ല. പിന്നെ നമ്മുടെ ഈ പൊടിയൊക്കെ ഇടുന്ന പാത്രത്തിൽ മല്ലിപ്പൊടി മുളക് പൊടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടെ ആക്കി വെച്ചു. നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടിയും പൊടിച്ചത് ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഓണത്തിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് പൊടിക്കണം, അല്ലെങ്കിൽ പിന്നെ ആകെ പെടും കേട്ടോ. ഈ പാക്കറ്റ് വാങ്ങുമ്പോൾ അല്ലേ ചിലത് പൊട്ടയായിരിക്കും. മല്ലിപ്പൊടി ഉണ്ട് ദൈവമേ, ചില മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കറി എടുത്ത് കളയാനേ പറ്റുള്ളൂ, അത്രയും പൊട്ടയായിരിക്കും കേട്ടോ. മുളക് പൊടിയുടെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ്. മിക്കതും എനിക്ക് മല്ലിപ്പൊടിയിലാണ് അബദ്ധം പറ്റാറ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി വാങ്ങി ഈ വെയിലൊന്നും ആവണമല്ലോ, അല്ലാണ്ട് ഇപ്പോൾ ഈ ഒരു മഴയത്ത് എങ്ങനെ നമുക്ക് വറുത്ത് പൊടിക്കാൻ വേണ്ടി പറ്റുക. അല്ലെങ്കിൽ പിന്നെ മില്ലിലൊക്കെ പൊടിച്ചത് മേടിക്കണം, അത് അടിപൊളിയായിരിക്കും കേട്ടോ. ഒരു മാർഗ്ഗം ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ ചിക്കനും കൂടെ പെറുക്കിയിട്ട് നല്ലോണം നിളാക്കി യോജിപ്പിച്ച് സെറ്റാക്കിയിട്ട് കിഴങ്ങും കൂടെ ഇട്ട് കൊടുത്തു. അപ്പുറത്ത് ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. ഈ മീറ്റ് ഐറ്റംസിലൊക്കെ നമ്മൾ വെള്ളം ചേർക്കുകയാണെങ്കിൽ ചൂടുവെള്ളമാണ് കേട്ടോ ചേർക്കാൻ നല്ലത്. അതിൻ്റെ ഒരു ടേസ്റ്റിൽ അടിപൊളിയായിട്ടൊരു ഡിഫറൻറ്റ് വരും, നല്ലതാണ് ചൂടുവെള്ളം ചേർത്താൽ. പച്ചവെള്ളം ചേർക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു സുഖം കിട്ടാറില്ല. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പാകത്തിന് ഗ്രേവിയൊക്കെ ആക്കി വെന്തെടുത്തിട്ടുണ്ട്. സൂപ്പർ ചിക്കൻ കറി ഇതാ റെഡി ആയിട്ടുണ്ടേ. ചിക്കൻ കറി ആയിട്ട് നമുക്ക് സൂപ്പർ ചിക്കൻ കറി, നല്ല എരിവില് സെറ്റായിട്ടുള്ള ചിക്കൻ കറിയാ. ഇനി നമ്മൾ ഫുഡ് വേഗം കഴിച്ചിട്ട് കുരുന്നൊക്കെയാട്ടോ കിടപ്പണേ. മതി അത്രയൊന്നും ഇടൂല, അത്രയൊന്നും കഴിക്കില്ല.
15 വയസ്സുള്ള കുട്ടി അല്ല നമുക്ക് 10-20 വയസ്സായല്ലോ അല്ലേ? എത്ര പ്രശ്നം കണ്ണപ്പന് എത്ര വയസ്സാ പറയൂ? 13 അല്ലേ? 12, 10 വയസ്സ്. എന്നൊക്കെ 20 ആയിരിക്കും. മോള് അത്ര ചോറ് വേണ്ട, അതൊന്നും മാറ്റി. കഴിക്കും കുട്ടി. മോളോ എപ്പ ചോറ് വെച്ചാലും കളഞ്ഞു കഴിഞ്ഞാണല്ലോ ഞാൻ ഈ ചോറ് വെക്കില്ല. മോളോ മോനെ എക്സ്പ്രഷനൊക്കെ എങ്ങനെ പ്ലീസ്? നോ ബേബി. ചിക്കൻ കറി തന്നെ വരട്ടാൻ വെക്കാട്ടോ. അല്ലല്ല, ഞാൻ ഉണ്ടല്ലോ സുടാ ചോറും സുടാ ചിക്കനും ഒക്കെ നല്ല എരിവുണ്ടതുകൊണ്ട് കറി. മോളുടെ കറിയിലെ എരിവ് കൂടി. ഇല്ല ഇല്ല, ഞാൻ എരിവിട്ട തന്നെ. അതെ, ലാസ്റ്റ് എന്നിട്ട് പറയുന്നോട് പണി പാളി തോന്നുന്നുണ്ട്, എന്താ ഇപ്പൊ ചെയ്യാ നിന്നോട് ചോദിക്കാം. ചോദിച്ചില്ല എന്നോട്? മോള് പറഞ്ഞു എന്നോട് ഇനിയിപ്പൊ എന്താ ചെയ്യാൻ എരിവ് കൂടിന്ന്. മോള് അത് പറഞ്ഞു എന്നോട് ഇനിയിപ്പൊ എന്താ പൂച്ച ചെയ്യാ. എല്ലാരോടും ഒരു കാര്യം പറയാനുണ്ട്, എരിവ് കൂടിയിട്ടുണ്ട്, അത്രയും എന്താ ചെയ്യാ. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചോളൂ മോളോന്ന് പറഞ്ഞ. അത് ഞാൻ പറഞ്ഞോ എരിവ് കൂടിയപ്പോ പറഞ്ഞു കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് പൊടിയിടാൻ. പിന്നെ ഉരുളക്കിഴങ്ങ് പറഞ്ഞു. ഈ സവാളയിലേക്ക് വേണം, ഈ സവാളയിലേക്ക് വേണമെന്നല്ല, കണ്ണൻകുട്ടിക്ക് ഇഷ്ടമാണ് കേട്ടോ. അവന് 2 പീസ് വെക്കാം. നമുക്ക് വേണ്ടല്ലോ പെണ്ണേ? വേണ്ടാട്ടോ ഉണച്ചി പെണ്ണേ. അല്ല ഗായ്സ്, മോളന്റെ ചിക്കൻ കറി പണി പാളി പോയപ്പോൾ ഇങ്ങനെ കണ്ടാട്ടോ. അത്ര കുഴപ്പമൊന്നുമില്ല ഗായ്സ്, ചിക്കൻ കറി ഒരു പണി പാളിയിട്ടില്ല. ഇത് അല്ല പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു എരിവ് കൂടി അത്ര ഉള്ളൂ. ഫുഡൊക്കെ ആയിട്ട് ഇത് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ കേട്ടോ. വിശപ്പിൻ്റെ വിളി വരാൻ തുടങ്ങിയിട്ട് മണിക്കൂർ നേരമായിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറിയും പപ്പടമൊക്കെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് നമ്മൾ ഇരുന്ന് ഫുഡ് കഴിക്കാം. പൂജിട്ടിയുടെ ഫുഡ് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കോസ്റ്റ്യൂം റെഡി ആയിട്ടില്ലെങ്കിൽ ആൾ വരില്ല കേട്ടോ വീഡിയോയുടെ മുന്നിൽ. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് ആളവിടെ നിൽക്കും. അപ്പോൾ കണ്ണൻകുട്ടി പറയും അതൊക്കെ അവളുടെ അടവാണ്, എന്താ വെച്ചാൽ വീഡിയോയുടെ മുന്നിൽ വരാൻ വേണ്ടിയിട്ട് മടിയുണ്ടെന്നൊക്കെ പറയും കേട്ടോ. ഞാൻ പറയും നമ്മൾ കഴിക്കുക, വരണമെങ്കിൽ വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കാം. ചിക്കൻ കറിയിൽ കുറച്ച് എരിവ് കൂടുതലാണെന്നല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇട്ടതിൽ എന്തോ ഒരു സ്പൂൺ കൂടിപ്പോയി. നമ്മുടെ മുളക് പൊടിയുടെ കാര്യം അറിയണതല്ലേ, അത്രയും എരിവാണേ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നമുക്കിത് ആ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുണ്ട്. ഈ പൈപ്പിന് കംപ്ലയിൻ്റ് ആണ് കേട്ടോ. ഈ പൈപ്പിന് നല്ല മൊത്തത്തിൽ പൈപ്പിൽ ഇങ്ങനെ വെള്ളം വരുന്നത്. എങ്ങനെയാണ് ഇനിയിപ്പോൾ റെഡിയാക്കുക എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ ഇനിയിപ്പോൾ റെഡിയാക്കണമെങ്കിൽ ആളെ വിളിച്ചൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അതിന് മെനക്കെടാൻ എന്തായാലും വയ്യ. ബാത്റൂമിലൊക്കെ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് രാത്രിയിൽ തന്നെ വെള്ളമൊക്കെ ബക്കറ്റിൽ പിടിച്ചു വെക്കും. കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫുഡിന് വെക്കാൻ വേണ്ടിയിട്ടും ഞാൻ വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ അപ്പോഴേക്കും വെള്ളം പിടിക്കുമ്പോഴേക്കും മണിക്കൂർ നേരമാവും കേട്ടോ. പാത്രമൊക്കെ കഴുകൽ കഴിഞ്ഞിട്ട് നമ്മുടെ പച്ചക്കറിയും കൂടെ ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയുള്ളിയും തക്കാളിയും പിന്നെ പറഞ്ഞ പോലെ കിഴങ്ങും സവാള എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ അതാത് പാത്രങ്ങളിൽ അവിടെ ആക്കി വെച്ചു. ആ ഒരു കൊട്ടേന അതിനകത്ത് എൻ്റെ പലചരക്കാണ് കേട്ടോ. ഇത് മൈദ, ഇപ്പോൾ ഈ പറഞ്ഞ മൈദല്ല സോറി ആട്ടപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പരിപ്പ്, ഓയിൽ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ആട്ടപ്പൊടി ഞാനിങ്ങനെ പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലാക്കി വയ്ക്കും. അല്ലെങ്കിൽ പാക്കറ്റിൽ പൊട്ടിച്ചിട്ട് ബാക്കി ഇങ്ങനെ കെട്ടി വയ്ക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു സുഖം തോന്നാറില്ല. ഇങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ആക്കി വെച്ചു. ഈ ഒരു ടോപ്പ് ഞാൻ തുന്നിയതാണ് കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്തതാണേ. അമ്മയുടെ ഒരു പഴയ സാരി ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കഴുത്തൊരു കുറച്ചൊരു വൈഡായ പോലെ വെച്ചാൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ നോക്കാണ്ടാവുമ്പോൾ അതിങ്ങനെ കുറച്ച് വൈഡാകണ പോലെ. അതാണ് പെട്ടെന്ന് അതിങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കഴുത്തും ഷോൾഡറൊക്കെ റെഡി ആയിട്ടില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുപോലെയാണ് കേട്ടോ. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനെ അടിച്ചതാണ്, കഴിഞ്ഞ ഓണത്തിന് എങ്ങാണ്ടൊക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ആട്ടപ്പൊടിയെ പാത്രത്തിലാക്കി ഓയിലൊക്കെ പൊട്ടിച്ചൊഴിച്ചു. പരിപ്പും സംഭവങ്ങളൊക്കെ ഓരോ പാത്രത്തിലാക്കി വെച്ചു. പൊട്ടിക്കാത്ത പാക്കറ്റുകളൊക്കെ ഇങ്ങനെ ബക്കറ്റിൽ ഇങ്ങനെ ആക്കിയിട്ട് അടച്ചു വെച്ചു കേട്ടോ. നമ്മൾ അരി വെക്കണ അരി ഇടണ ഇതാണ് കേട്ടോ. അവിടെ താഴെ അപ്പുറത്തിരിക്കുന്ന ഒരു പച്ച ബക്കറ്റില്ലേ, അതിനകത്ത് ഈ ഒരു നിലത്ത് വെക്കാൻ പാടില്ല, നമ്മൾ അരി വെക്കുന്ന പാത്രം എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ടിംഗ് ബോർഡാണ് പ്ലാസ്റ്റിക്കിൻ്റെ, അത് യൂസ് ചെയ്യുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മേലെ അങ്ങനെ വെച്ചതാണ്.
ഫ്രിഡ്ജിൽ വെക്കാനുള്ള പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിലാക്കി വെച്ചിട്ട് നമ്മളിപ്പോൾ കുറച്ച് പൊട്ടയായിരുന്ന പച്ചക്കറികളുണ്ടായിരുന്നു. പൊട്ട വെച്ചാൽ നമ്മൾ കൊടുത്തിട്ട് കുറച്ച് ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നത് അതെടുത്തിട്ട് നാളെ ഒരു സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് 2 മുരിങ്ങാക്കോലും പറഞ്ഞ പോലെ വഴുതനങ്ങയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഇതുണ്ടായിരുന്നേ, നമ്മുടെ എന്താ പറയുക, കോവയ്ക്ക, അത് കുറച്ച് പൊട്ടയായിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ അത് എടുക്കാനും പറ്റില്ല. എന്തായാലും സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് പെറുക്കി വെച്ചാൽ നാളേക്ക് അതങ്ങോട്ട് എളുപ്പമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. ദോശമാവിന് അരയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ സാമ്പാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസം സുഖമായിട്ട് പോകും. പലഹാരത്തിലേക്കും ഉച്ചയ്ക്കും രാത്രിയിലേക്കും പിറ്റേ ദിവസത്തേക്ക് ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇഡ്ഡലി ദോശയ്ക്ക് ആണെങ്കിൽ ഉണ്ടാവാറില്ല കേട്ടോ സാമ്പാർ. എന്ന് വെച്ചാൽ നല്ലോണം കറി വേണം പിള്ളേർക്ക് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ചെടുത്തിട്ട് ഇനി നമ്മൾ മാവ് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ദോശയ്ക്ക് ഇഡ്ഡലിക്ക് അങ്ങനെ സെപ്പറേറ്റ് ഒന്നും ഞാൻ അരയ്ക്കാറില്ല. ഈ ഉഴുന്നും പച്ചരി ഇട്ടിട്ട് മണിക്കൂർ നേരമൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു മണിക്കൂർ മുന്നേ അരയ്ക്കുന്നതിൻ്റെ, നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ വൈകിട്ട് രാത്രിയല്ലേ അരയ്ക്കുള്ളൂ, അതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ ആ തണുപ്പ് കാരണം അതങ്ങടെ അരഞ്ഞ് സെറ്റായിക്കോളൂ കേട്ടോ. മറ്റേ ചൂട് വരില്ല, പെട്ടെന്ന് മാവ് വെന്ത് പോവില്ല. അപ്പോൾ അങ്ങനെ ചെയ്യും. അതാണ് ആ ഫ്രിഡ്ജിൽ നിന്ന് അതെടുത്ത് കൊണ്ടുവന്നത്. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ തണുത്ത വെള്ളം കൊണ്ട് അങ്ങോട്ട് അരയ്ക്കുകയും ചെയ്യും. ഞാൻ ഉഴുന്ന് ഇട്ട വെള്ളമല്ലേ, ആ വെള്ളം കൊണ്ടാണ് അരയ്ക്കുക. അതുകൊണ്ട് തന്നെ എൻ്റെ മാവ് അടിപൊളിയായിരിക്കും. ദോശയും ഇഡ്ഡലിയൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. ഉഴുന്ന് കുറച്ച് കൂടുതൽ ഉഴുന്നിൽ പിശുക്കുമ്പോഴാണ് നമ്മുടെ ദോശയും ഇഡ്ഡലിയൊക്കെ ശരിയാണ്ട് വരും. അപ്പോൾ എല്ലാം അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കറണ്ട് ഇപ്പോൾ പോകുന്നൊരു ഐഡിയ ഇല്ല. ഇവിടെ കാറ്റടിച്ചാൽ കറണ്ട് പോണ കാര്യം അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം ബക്കറ്റിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നത്, അതിനെക്കാട്ടിലും കൂടുതൽ മാവുള്ളതുകൊണ്ട് ഞാൻ നമ്മുടെ ഇഡ്ഡലി കുക്കറില്ലേ അതിനകത്തേക്ക് ആക്കി എല്ലാം അങ്ങോട്ട് അപ്പുറത്തേക്ക് തന്നെ ആക്കി വെച്ചു. ഞാൻ വിചാരിച്ചു അതിലേക്ക് തികയും എന്നുള്ളത്. പക്ഷേ അരച്ച് വന്നപ്പോഴേക്കും മാവ് ഇത്തിരി കൂടുതലാണ്. ഇവിടെ ദോശമാവ് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. ഇഷ്ടമാണ് പിള്ളേർക്കിത്. ഊത്തപ്പായാലും ഗീ ദോശയാണെങ്കിലും എന്താണെങ്കിലും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചധികം ഉണ്ടാക്കി വെച്ചാൽ ഇവർക്ക് ഇപ്പോൾ വിശക്കുണ്ടെന്ന് പറഞ്ഞാൽ 2 എണ്ണം ദോശയൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ വലിയ പാടില്ല കേട്ടോ. ഇറച്ചി മീനൊന്നും ഇല്ലെങ്കിലും നല്ല ഉള്ളിച്ചമ്മന്തി ഉണ്ടെങ്കിലും വയറ് നിറയെ കഴിച്ചോളൂ. അപ്പോൾ എനിക്കൊരു സമാധാനമാണ്. അതുകൊണ്ട് ഈ മാവ് ഞാൻ അരച്ച് വെക്കും. അതുപോലെ തന്നെ നമ്മൾ അപ്പത്തിലേക്ക് മാവൊക്കെ അരക്കുകയാണെങ്കിൽ 2 ദിവസത്തിനൊക്കെ അങ്ങോട്ട് അരച്ചു. അപ്പത്തിലെ മാവ് ഞാൻ 2-3-4 ദിവസത്തിന് അരച്ച് വെക്കില്ല. 2 ദിവസത്തിന് എന്തായാലും ഉണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മുടെ മിക്സിയൊക്കെ നല്ലോണം തുടച്ച് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയോ, പിന്നീട് അതങ്ങോട്ട് എപ്പോഴും വൃത്തികേടാവില്ല. എപ്പോഴും നമ്മൾ കുറേ ദിവസമൊക്കെ കൂടുമ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ വൃത്തിയാക്കാതെ ആകുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരു പാടുണ്ടാവില്ല. എന്ന് വെച്ചാൽ വൈറ്റ് ആയ കാരണമല്ലേ, പെട്ടെന്ന് അഴുക്കാവും. അപ്പോൾ അത് നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വൃത്തി അങ്ങനെ നിന്നോളും. എന്നിട്ട് നമ്മുടെ കിച്ചൺ ടാബും കിച്ചൺ സ്റ്റൗവൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു. അതിനകത്ത് പപ്പടം 2 ഇരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അത് അവിടെ തന്നെ വെച്ചത് കേട്ടോ. എന്നിട്ട് അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ട് ഇനി നമുക്ക് ചിക്കൻ കറിയുടെ ചട്ടിയിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടില്ല. ഞാൻ അങ്ങനെ മാറ്റാണ്ടിരിക്കാറില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നാളെ ഒന്നും കൂടെ അതൊന്ന് വരട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ ആ ചട്ടിയിലേക്ക് മാറ്റണ്ടേ. എനിക്കതിൽ ചോറിട്ട് കഴിക്കാൻ വേണ്ടി നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടൊക്കെ അറിയിട്ട് ഫ്രിഡ്ജിലേക്ക് തന്നെ വയ്ക്കാം. ഇനി മാവ് അരച്ചത് ഇങ്ങനെ ഒരു പ്ലേറ്റിനകത്തേക്കാണ് കേട്ടോ ഞാൻ ആക്കി വയ്ക്കുക. അതാവുമ്പോൾ എന്താ പറയുക, തൂവിപ്പോയാലും നമ്മുടെ മാവ് അങ്ങോട്ട് വേസ്റ്റ് ആവില്ല. പിന്നെ എല്ലായിടും ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ രാവിലെ കിച്ചണിൽ കയറുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അടിപൊളിയായിരിക്കും കേട്ടോ. ഒരു കിച്ചണിലേക്ക് കയറി നമ്മൾ വർക്ക് ചെയ്യും, പണി തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ദിവസം മൊത്തത്തിലേ അടിപൊളിയായിരിക്കും. അല്ലാണ്ട് അവിടെ കുറേ അലമ്പും മോറാനും കഴുകാനും കഷ്ണം വെട്ടിയതിൻ്റെ ഒക്കെ കാണുമ്പോൾ എനിക്ക് മൊത്തത്തിൽ ചടപ്പായിരിക്കും. ഞാൻ അങ്ങനെ ഇടാറില്ല കേട്ടോ കിച്ചൺ. അപ്പോൾ അതുകൊണ്ടൊക്കെ വൃത്തിയാക്കി കഴുകി വെച്ചു. ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ. ഇനി കിച്ചണും കൂടെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പകുതിയുടെ മുക്കാലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണ്. നിങ്ങളൊന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഞാൻ വെറുതെ ഇവിടെ കിടന്നിട്ട് വീഡിയോ ഇട്ടിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള കമൻസുകൾ ചെയ്യുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റാ, ബൈ, സീ യു.